ഹലോ ഓൾ, ഇന്നൊരു ചെറിയ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ആമസോൺ ബേസിക്സിൻ്റെ മിനി ഗിംബലാണ്, 1 ആക്സിസിൻ്റെ ഒരു മിനി ഗിംബലാണ്. ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗിംബലിൻ്റെ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലുള്ളത് 2 മാനുവൽസാണ്. രണ്ട് മാനുവൽസ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മാനുവൽ, 1 വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ അടുത്ത മാനുവലിൽ ഇതിൻ്റെ വർക്കിങ്ങും സ്വിച്ചസ് എവിടെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫിക്സിങ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ഡിറ്റാച്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒന്നുണ്ട്. അടുത്തത് ഇതാണ് നമ്മുടെ ഗിംബൽ വരുന്നത്. കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ തെറ്റില്ലാത്ത മെറ്റീരിയൽസുമാണ്. പിന്നെ വരുന്നത് ഇതാണ്, ഒരു ചാർജർ വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഗിംബൽ വരുന്നത്. ഗിംബൽ വരുന്നത് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഫോൺ പ്ലേസ് ചെയ്യുക. ഫോൺ ഹോൾഡർ ഇതാണ്. ഇവിടെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ മെക്കാനിക്സ് എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു ക്യാമറ ബട്ടണും ഒരു റൊട്ടേഷൻ ബട്ടണും അതുപോലെ തന്നെ ഒരു വേറൊരു ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്വിച്ചാണ് ഇതിൽ വന്നിട്ടുള്ളത്. കുറച്ചും കൂടി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്പാണ്. അതുപോലെ ലൈറ്റ് 2 കളറിൽ 3 വേരിയൻസിൽ വരുന്നുണ്ട്. കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്, അതേപോലെ മീഡിയം, പിന്നെ അതുപോലെ തന്നെ ഇതും ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ ലൈറ്റ് മാത്രം വേറെ ക്യാരി ചെയ്യാൻ കഴിയും. പിന്നെ നല്ലൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാൻഡ്. ഇത് നമുക്ക് ഒരു ചെറിയ ട്രൈപോഡ് പോലെ ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, അത് നല്ലൊരു ഫെസിലിറ്റിയാണ്. ട്രൈപോഡ് പോലെ വെക്കാൻ കഴിയും. അതുപോലെ ഇനിയിപ്പോൾ വീഡിയോ ഫോട്ടോസൊക്കെ നമ്മൾ ഒറ്റക്കാണ് യാത്ര ചെയ്യുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് റിമോട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഇതിൽ ഗിംബലിൻ്റെ ഒരു QR കോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഡയറക്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ലോക്കിംഗ് ഫെസിലിറ്റി വരുന്നുണ്ട്. അങ്ങനെ ലോക്ക് ചെയ്താൽ പിന്നെ അത് തിരിക്കാൻ പറ്റില്ല, അത് സ്റ്റക്കാവും. അപ്പോൾ പിടിച്ച് തിരിച്ചത് പൊട്ടിപ്പോവും. അപ്പോൾ അതാലോചിക്കുക. അൺലോക്ക് ചെയ്താൽ ഇതിങ്ങനെ കറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പിന്നെ ഇതിൽ വരുന്നത് എന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ കഴിയും. സ്റ്റാൻഡ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഔട്ട്ഡോറിൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് ഈ ഗിംബലിൻ്റെ പർപ്പസും കാര്യങ്ങളും യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഇതാണ് ഗിംബൽ. ഇപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടില്ല. ഓണാക്കുന്നതിൻ്റെ മുമ്പ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഫോൺ വെച്ചിട്ട് ലോക്കാക്കിയാൽ ഇത് സ്റ്റേബിളാവും. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ അൺലോക്ക് ആക്കിയതിന് ശേഷം കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു 3 സെക്കൻഡ് ഇത് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏത് പൊസിഷനിലേക്കാണോ വേണ്ടത് അതിലേക്ക് സ്വിങ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ബട്ടൺ എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. ഇത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയും. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഇതപ്പോൾ ഇങ്ങനെ ഒന്ന് താഴേക്ക് അതുപോലെ മുകളിലേക്ക്, ഇനി അതുമല്ല ഫുള്ളായിട്ട് 360 റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഗിംബലില്ലാത്ത വീഡിയോ ആണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ജസ്റ്റ് ഞാനിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാമെന്ന് മാക്സിമം കഴിയുന്നതിൻ്റെ പരമാവധി ടൈറ്റ്ലി ഞാനിത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഗിംബൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഗിംബൽ യൂസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം എത്രത്തോളം സ്റ്റെബിലൈസ് ആവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഗിംബൽ യൂസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനും സ്വിങ്ങൊക്കെ ഗിംബൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റെബിളായിട്ട് എടുക്കാൻ കഴിയുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു
ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് ആണിത്. ആമസോൺ ബേസിക്സിൻ്റെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം.